നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീട് ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് ടി.കെ. ജയകുമാർ. എല്ലാ പാപഭാരവും ആ ജനകീയ ഡോക്ടറിൻ്റെ തലയ്ക്ക് മുകളിൽ കെട്ടിവെക്കുന്നത് മഹാക്രൂരതയാണ്. മനുഷ്യഹൃദയത്തെ റിപ്പയർ ചെയ്യുന്ന ദൈവത്തിൻ്റെ വിരലുകളുള്ള ഒരു ഡോക്ടർ ജീവൻ്റെ നേരിയ തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു രോഗിയെ ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഡോക്ടർ ടി.കെ. ജയകുമാറിനെ കല്ലെറിയുന്നത് ശരിയല്ല. തകർന്ന കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നോ എന്ന് തെരച്ചിൽ നടത്താൻ വൈകിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ടി.കെ. ജയകുമാർ പറഞ്ഞത്. ഇതിന് പിന്നിൽ ഒന്നു മാത്രം, ആ വലിയ മനുഷ്യൻ്റെ ഹൃദയവിശാലത. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണതിനെ ചൊല്ലി ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മാധ്യമങ്ങളും ശക്തമായ പ്രതികരണമാണ് ഉയർത്തിയത്. എന്നാൽ ഡോക്ടർ ടി.കെ. ജയകുമാറിനെ മുൻനിർത്തി വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പുറത്തെടുത്തിരിക്കുന്നത്. ഒപ്പം കോട്ടയത്തെ മന്ത്രി വി.എൻ. വാസവനും. എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ പറഞ്ഞത്. എന്നാൽ സൂപ്രണ്ട് പദവിയും കാർഡിയോളജിയുടെ ഉത്തരവാദിത്വവും ഒരു ജനകീയ ഡോക്ടറുടെ തലയിൽ കെട്ടിവെച്ച മന്ത്രിബുദ്ധിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൂടുതൽ ജനകീയ പ്രതിച്ഛായ കൈവരണമെന്നാഗ്രഹിച്ച മന്ത്രി വാസവന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ. രോഗികളെ നോക്കിത്തീരാൻ പോലും സമയം കിട്ടാത്ത ഒരു ജനകീയ ഡോക്ടർ. അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്തിരുത്തി ജനകീയ പരിവേഷം കൊടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിയന്ത്രണം മറ്റു ചിലർ കൈക്കലാക്കി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിറങ്ങാൻ കഴിയാത്ത ഡോക്ടർക്ക് സൂപ്രണ്ട് പദവി നൽകിയാൽ ആശുപത്രിയുടെ ഭരണകാര്യങ്ങളൊക്കെ തങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നവർ കണക്കുകൂട്ടി. ഒടുവിൽ എല്ലാ പാപഭാരവും സ്വയം ചുമക്കേണ്ടി വന്നു ഡോക്ടർ ടി.കെ. ജയകുമാറിന്. തകർന്നു വീണ കെട്ടിടഭാഗം 2013 മുതൽ അൺഫിറ്റായിരുന്നു എന്ന PWD റിപ്പോർട്ട്. പൊതുമരാമത്ത് വകുപ്പ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയ ഈ കെട്ടിടം വീണ്ടും പ്രവർത്തന സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോയത് ചിലരുടെ കൂർമ്മബുദ്ധി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു, ഡോക്ടർമാർക്കൊന്നും ഭരണപരമായ അറിവോ പരിജ്ഞാനമോ ഇല്ല, അവർക്കറിയാവുന്നത് രോഗി ചികിത്സയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ആതുര ശുശ്രൂഷകനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടാക്കിയപ്പോൾ ചിലരുടെ കാഞ്ഞമുത്തിയിൽ ഈ ബോധ്യം കൂടി ഉണ്ടാവും. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിന് പിന്നിൽ നമ്മുടെ സിസ്റ്റം തന്നെയാണ് എന്ന് വ്യക്തം. എന്നാൽ മറക്കരുത് ദൈവത്തിൻ്റെ കൈവിരലുകളുള്ള ഡോക്ടർ ടി.കെ. ജയകുമാർ എന്ന നല്ല മനുഷ്യനെ. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ആശുപത്രി ഉടമയുമായി ഇക്കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയുണ്ടായി. വർത്തമാനങ്ങൾക്കിടയിൽ ഇപ്പോൾ രോഗികളോട് ഈടാക്കുന്ന വലിയ ഫീസിനെക്കുറിച്ചും നിരക്കിനെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ചോദിക്കുന്നത് വലിയ പ്രതിഫലമാണ്. ചിലർക്ക് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയൊക്കെയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്. ഇത്ര ഭാരിച്ച ശമ്പളം നമുക്ക് കൊടുക്കുക വയ്യ. ചില ഡോക്ടർമാർ 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെ പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡുണ്ട്. ഡോക്ടർമാരും ആശുപത്രി ഉടമയും തമ്മിൽ ഒരു ശതമാനക്കണക്ക്. സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന മിക്ക ഡോക്ടർമാരും വീട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നു. രോഗികളുമായി ഒരടുത്ത ആത്മബന്ധം ഇവർ പുലർത്തുന്നു. വീട്ടിലെത്തുന്ന രോഗികളെ പിന്നീട് ഈ ആശുപത്രികളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരുന്നു. ചികിത്സാ ചെലവിൻ്റെ വലിയൊരു ഭാഗം ഡോക്ടർ ഫീസായി അവർ തന്നെ കൈക്കലാക്കും. ആശുപത്രിക്ക് മിക്കവാറും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാടകയും നേഴ്സുമാരുടെ വേതനവും മറ്റ് പേഴ്സൻറ്റേജുമൊക്കെ നൽകുകയാണ് പതിവ്. ചുരുക്കത്തിൽ നേരത്തെ 25,000-വും 50,000-വും ഒക്കെ മുതൽ മുടക്കുണ്ടായിരുന്ന ഓരോ ഓപ്പറേഷനും ഇപ്പോൾ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെയായി ഉയർന്നിരിക്കുന്നു. ഡോക്ടർമാർക്കിടയിൽ വലിയ ശീത മത്സരവും നിലനിൽക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പോയി ഇൻഷുറൻസ് ഇല്ലാത്ത ചികിത്സ അത് താങ്ങാൻ കഴിയില്ല സാധാരണ രോഗികൾക്ക്. അതുകൊണ്ട് തന്നെ മിക്കവരും ആശ്രയിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെയും ജനറൽ ആശുപത്രിയെയും ഒക്കെയാണ്. സ്വകാര്യ ആശുപത്രികളിൽ പോയി ഹൃദയം മാറ്റിവെക്കൽ പോലുള്ള ശസ്ത്രക്രിയകൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പണമുണ്ടെങ്കിൽ എന്തും നടക്കും. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തട്ടിപ്പുകളുടെ വിവരങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അത് സത്യവുമാണ്. ഒരു രോഗിയെ തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഊറ്റിയെടുക്കുകയാണ് മിക്ക ഡോക്ടർമാരുടെയും ലക്ഷ്യം. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ അവർ ശരീരം കീറിമുറിക്കും. പരിശോധിക്കാൻ കഴിയുന്നത്ര പരിശോധനകൾ നടത്തും. പണം ഊരിപ്പിഴിഞ്ഞെടുക്കുകയാണ് ഓരോ ഡോക്ടർമാരുടെയും സ്വകാര്യ ആശുപത്രികളുടെയും ഒക്കെ മുഖ്യ ലക്ഷ്യം. സമൂഹത്തിലെ വലിയ പണച്ചാക്കുകൾക്കൊപ്പം
സ്റ്റാറ്റസ് പങ്കിട്ട് ജീവിക്കണമെന്ന ഡോക്ടർമാരുടെ പൂതി. അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടിയുള്ള ആർത്തി മിക്കവരും തുടരുന്നു. ഇതിനിടയിൽ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഡോക്ടർ TK ജയകുമാർ എന്ന ജനകീയ ഡോക്ടർ. വർഷത്തിൽ 2000-ലധികം ആളുകൾ തങ്ങളുടെ ഹൃദയം റിപ്പയർ ചെയ്യാൻ ഈ ഡോക്ടറുടെ അടുക്കലെത്തുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം വളരെ സൂക്ഷ്മതയോടെ പറിച്ചെടുത്ത് മറ്റൊരു ജീവൻ വച്ചുപിടിപ്പിക്കുന്ന വലിയ മനുഷ്യൻ. ചലനമറ്റ് കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഡോക്ടർ TK ജയകുമാർ ചില തീരുമാനങ്ങളെടുത്തു തൻ്റെ ജീവിതത്തിൽ. ഇനി ജീവിക്കുന്നെങ്കിൽ സാധാരണക്കാർക്കൊപ്പം ഒരു സാധാരണക്കാരനായി. ഒരു സാധാരണക്കാരൻ്റെ കഠിനമായ മാനസിക വ്യത എന്തെന്ന് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന് ഡോക്ടർ TK ജയകുമാർ പറയുന്നു. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ്റെ കുരുന്നുമുഖത്തേക്ക് നോക്കി ഞാനൊരു തീരുമാനമെടുത്തു. ഇനിയുള്ള ജീവിതം സാധാരണക്കാരും സാധുക്കളുമായ രോഗികൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കുമെന്ന്. എൻ്റെ അടുത്തു വരുന്ന ഒരാളും പണമില്ലാത്തതിനാൽ കണ്ണീരോടെ മടങ്ങരുത്. ആവുന്ന വിധം അവർക്കായി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവിടെ നിന്ന് തുടങ്ങുന്നു ഡോക്ടർ TK ജയകുമാറിൻ്റെ ഒരു പുതിയ ജീവിതം. തുടർന്ന് അദ്ദേഹം ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. കാർഡിയോതൊറാസിക് പരീക്ഷയിൽ വൻ വിജയം നേടി. പിന്നീട് ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് പൂർണ്ണമായി അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 14 വർഷം മുൻപ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയരോഗ വിഭാഗം മേധാവിയാകുന്നു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അധികമാണ് സാധാരണ രോഗികൾക്ക്. അക്കാലത്ത് 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ചിലവ് വരും സ്വകാര്യ ആശുപത്രികളിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക്. പണമില്ലാതെ രോഗികൾ വിലപിക്കുന്ന കാഴ്ച അദ്ദേഹത്തെ തളർത്തി. അങ്ങനെ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങാൻ. വലിയ വെല്ലുവിളികളാണ് തുടർന്ന് അദ്ദേഹം നേരിട്ടത്. ഒരു രോഗിക്ക് ചേർന്ന ഹൃദയം നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടണം. മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്നാണ് ഹൃദയം എടുക്കേണ്ടത്. ഹൃദയത്തെ വേർപെടുത്തി മറ്റൊരാളിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ മനസ്സ് പ്രാർത്ഥനാ നിർഭരമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഹൃദയമല്ല, ജീവിതമാണ് താൻ തുന്നിപ്പിടിപ്പിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ 30 ലക്ഷത്തിലധികം രൂപ ഇന്ന് വാങ്ങുന്ന ഹൃദയ ശസ്ത്രക്രിയകൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്താൻ ചെലവ് വരുന്നത് വെറും 3 ലക്ഷം മാത്രം. സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ഈ മേഖലയെ മാറ്റിയെടുക്കുന്നതിൽ വിജയിച്ചു ഡോക്ടർ TK ജയകുമാർ. മധ്യ തിരുവിതാംകൂറിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഡോക്ടർ TK ജയകുമാർ ജനിച്ചത്. കിടങ്ങൂർ NSS ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു പിതാവ്. തൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് പിതാവ് വഹിച്ചിരുന്നുവെന്ന് ഡോക്ടർ TK ജയകുമാർ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ച് MBBSും MDയും കരസ്ഥമാക്കി. അവിടെ തന്നെ ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ജയകുമാർ. രോഗിക്ക് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഒടുവിലത്തെ ആശ്രയമെന്ന നിലയിൽ ഹൃദയ മാറ്റിവെക്കൽ. 2003 മെയ് 13-ാം തീയതിയായിരുന്നു സംസ്ഥാനത്ത് നടന്ന ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഡോക്ടർ TK ജയകുമാറിൻ്റെ ആത്മസുഹൃത്തും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ സർജനുമായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമായിരുന്നു ഡോക്ടർ. ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ വാർത്തയായി. എയർ ആംബുലൻസിൽ നേവിയുടെ സഹായത്തോടെ ഹൃദയം കൊണ്ടുവന്നതൊക്കെ പിന്നീട് ട്രാഫിക് എന്ന സിനിമ ഇതിവൃത്തമാക്കി. ഒടുവിൽ 2015 സെപ്റ്റംബർ 15-ന് കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്രമെഴുതി. കേരളത്തിൽ ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഡോക്ടർ TK ജയകുമാറിനെയും കൂട്ടരെയും സംബന്ധിച്ച് ഉറങ്ങാത്ത ഒരു രാത്രിയായിരുന്നു ആ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ദിനം. ഡൽഹി എയിംസ് ആശുപത്രിയിൽ മാത്രമാണ് സർക്കാർ തലത്തിൽ ഇതിനു മുൻപ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ TK ജയകുമാറിലുള്ള വിശ്വാസം രോഗികൾക്കിരട്ടിച്ചു. പിന്നീട് നിരവധി ശസ്ത്രക്രിയകൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നല്ലൊരു കാർഡിയോതൊറാസിക് ടീമിനെ വളർത്തിയെടുക്കാൻ ഡോക്ടർ TK ജയകുമാറിന് കഴിഞ്ഞു. ഇതാണ് തൻ്റെ വിജയമെന്ന് അദ്ദേഹം വിനയാന്വിതനായി പറയും. ജനിച്ച ഉടനെ കുട്ടികളുടെ ശസ്ത്രക്രിയ തൊട്ട് വാൽവ് റിപ്പയർ വരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് ശസ്ത്രക്രിയകളുടെ നീണ്ട നിര. എന്തിനേറെ ലോക്ക്ഡൗൺ കാലമായ 2020കളിൽ പോലും ഇഷ്ടം പോലെ സർജറികളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത്. മുൻപൊരിക്കൽ പാമ്പുകളുടെ തോഴൻ വാവ സുരേഷിനെ ഊണും ഉറക്കവുമില്ലാതെ പരിചരിച്ച് രക്ഷിച്ചെടുത്തതും ഇതേ ജയകുമാർ എന്ന ഡോക്ടർ.
മൂർഖൻ്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന വാവ സുരേഷിൻ്റെ വാർത്തകൾ അന്ന് വളരെ പ്രശസ്തമായിരുന്നല്ലോ. വാവ സുരേഷിൻ്റെ പൾസ് റേറ്റ് അന്ന് 20-ൽ താഴേക്ക് വീണത് കേരളത്തെ നടുക്കിയിരുന്നു. ദിവസങ്ങളോളം ആശുപത്രി സൂപ്രണ്ട് ടി.കെ. ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ കണ്ണു നട്ട് വാവ സുരേഷിനെ രക്ഷിച്ചെടുത്തു. മെഡിക്കൽ കോളേജ് റാഗിങ്ങിൽ പതിവായി സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ പെൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിൽ യു മാരി മീ? ജയകുമാറും അതുപോലൊരു ജൂനിയർ പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു, വിൽ യു മാരി മീ? പിൽക്കാലത്ത് ജയകുമാർ ഈ ചോദ്യം മറന്നുപോയി. എന്നാൽ അവൾ മറന്നില്ല. ഇയാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തിരുന്നു ആ പെൺകുട്ടി. ഒടുവിൽ അവൾ പഠിച്ച് ഡോക്ടറായപ്പോൾ തൻ്റെ മാതാപിതാക്കളെ ജയകുമാറിൻ്റെ വീട്ടിലേക്ക് അവൾ അയച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഡോക്ടർ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നത്. ആതുര ശുശ്രൂഷയിൽ മാത്രമല്ല കൃഷിയിലുമേറെ താല്പര്യമുണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാറിന്. ഏറെ സാധാരണക്കാരനായ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഈ നല്ല ഡോക്ടറുടെ തലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാതകം കെട്ടിവെക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ആരോഗ്യ മന്ത്രാലയം കുത്തഴിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരവാദിയെ ഇന്ന് നിലവിലുള്ളൂ, ആരോഗ്യമന്ത്രി. ഒപ്പം അവരുടെ ക്യാപ്റ്റൻ പിണറായി വിജയനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.